ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വനില പന്ന കോട്ടയാണ്. അതിനായിട്ട് ഞാനിവിടെ 5 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിൽ ഒരു 5 to 10 minutes ഈ ചൈന ഗ്രാസ് സോക്ക് ചെയ്യാൻ വെക്കാം. ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 250 ml ഫ്രഷ് ക്രീം വേണം, 150 ml മിൽക്ക്, ഹാഫ് ടീസ്പൂൺ വനില എസൻസ്, 3/4 കപ്പ് പഞ്ചസാര. സോക്കായ ചൈന ഗ്രാസ് നമ്മൾ നോർമൽ വാട്ടറിൽ ഒരു 2-3 തവണ വാഷ് ചെയ്തെടുക്കണം. ഒരു സോസ് പാനിലേക്ക് ഫ്രഷ് ക്രീമും പാലും ചേർത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലൊന്ന് ഹീറ്റ് ചെയ്യാം. ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും ഷുഗർ ആഡ് ചെയ്യാം. ഹാഫ് ടീസ്പൂൺ വനില എസൻസ്. ഇതിലേക്ക് വാഷ് ചെയ്ത ചൈന ഗ്രാസ് ആഡ് ചെയ്യാം. ചൈന ഗ്രാസ് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പന്ന കോട്ട പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഈ മിക്സ് തിളച്ച് പോകാൻ പാടില്ല. അങ്ങനെ നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് ഡിസോൾവ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാം. ചെറിയ എന്തെങ്കിലും പീസസ് ഉണ്ടെങ്കിൽ തന്നെ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നത്. ഇവിടെ ചൈന ഗ്രാസിന് പകരം നമുക്ക് സോക്ക് ചെയ്ത ജെലാറ്റിൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് വേണം നമ്മൾ ജെലാറ്റിൻ ചേർക്കാൻ. ഇവിടെ ഞാൻ പ്ലാസ്റ്റിക് കപ്സാണ് സെറ്റ് ചെയ്യാൻ എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്ത് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പന്ന കോട്ടയുടെ മിക്സ് നമുക്ക് മോൾഡിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം ഒരു 3 hours നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഓയിൽ സ്പ്രെഡ് ചെയ്തത് സെറ്റായ പന്ന കോട്ട കപ്പിൽ നിന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പന്ന കോട്ട ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. 3 hours കഴിഞ്ഞ് നമ്മുടെ പന്ന കോട്ട നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ പന്ന കോട്ട ഡീമോൾഡ് ചെയ്യാനായിട്ട് ഒരു നൈഫാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ലൂക്ക് വാം വാട്ടറിൽ 30 seconds ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പന്ന കോട്ട നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടാം. പിന്നെ പന്ന കോട്ടയ്ക്ക് കുറച്ചുകൂടെ സ്വീറ്റ്നെസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ കുറച്ചുകൂടെ കൂട്ടാം. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ലൊരു ഡിഷാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വ്ലോഗിൽ കാണും വരെ ബൈ.